ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു പ്രഭാതം നേരുകയാണ്. നല്ലവനായ കർത്താവ് ഈ ദിവസത്തിൽ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കൂടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും ഒരുക്കമുള്ള വ്യക്തികളായി തീരണമെന്ന്. കർത്താവിൻ്റെ വരവ്, രണ്ടാമത്തെ വരവ് എപ്പോൾ വേണമെങ്കിലും ആകാം. അതുപോലെ തന്നെ നമ്മുടെ മരണവും. നമ്മൾ ഒരുക്കമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 10 കന്യകമാരുടെ ഉപമ പറയുന്നുണ്ട്. മണവാളിനെ സ്വീകരിക്കുവാനായിട്ട് പുറപ്പെട്ട 10 കന്യകമാർ. അവരിൽ 5 പേര് വിവേകമതികളും 5 പേര് വിവേകശൂന്യരുമായിരുന്നു. നമുക്കറിയാം വിവേകശൂന്യർ തഴയപ്പെടുന്നതായിട്ട്. ഈ ഉപമ പറഞ്ഞിട്ട് ഈശോ ഇപ്രകാരം കൂട്ടിച്ചേർക്കുകയാണ് 12ഉം 13ഉം തിരുവചനങ്ങൾ. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. തഴയപ്പെട്ട കന്യകമാരെ എടുത്തു കാണിച്ചിട്ട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുകയില്ല. നീ ഒരുക്കമുള്ള വ്യക്തിയാണെങ്കിൽ ഈശോ നിന്നെ സ്വീകരിക്കും. ഇന്ന് സഭ ഒരു വലിയ വിശുദ്ധയെ ഓർക്കുന്നുണ്ട്. അത് ഒല്ലൂരിലെ വിശുദ്ധ എവ്പ്രാസ്യാമയാണ്. ഈശോയുള്ള സ്നേഹത്തെ പ്രതി എപ്പോഴും തൻ്റെ മണവാളിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി ജീവിതം മുഴുവൻ കാഴ്ചവെച്ച, സക്രാരിയുടെയൊക്കെ സൂക്ഷിപ്പുകാരി എന്നറിയപ്പെട്ട വിശുദ്ധ എവ്പ്രാസ്യാമ. തീർച്ചയായിട്ടും പ്രിയ സഹോദര സഹോദരി, ഈ ഒരുക്കം നിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. എപ്പോഴും ഒരുക്കമുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാൻ, എപ്പോഴും സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് പ്രത്യേകമായിട്ട് സഹായിക്കണമേ. ഇന്നത്തെ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തി ഏറ്റെടുക്കുന്ന എല്ലാ ഉദ്യമങ്ങളിലും കർത്താവെ, നീ നിൻ്റെ നിറസാന്നിധ്യവും അനുഗ്രഹവും നൽകി ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച്